നമസ്കാരം. ഹെൽത്ത് സ്നിപ്പെറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്ട്രോക്ക്, മസ്തിഷ്കാഘാതം അഥവാ പക്ഷാഘാതം അതെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാമെന്നും സമയബന്ധിതമായി ചികിത്സിച്ച് ഭേദമാക്കാമെന്നും നോക്കാം. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വർഷങ്ങളോളം കിടക്കയിൽ പരസഹായമില്ലാതെ എണ്ണിക്കാനോ ആഹാരം കഴിക്കാനോ പോലും പറ്റാതെ കിടക്കുന്ന ഒരു രോഗിയുടെ ചിത്രമാണ്. പക്ഷെ കാലം മാറി. ഇന്ന് നൂതന ചികിത്സകളാൽ സ്ട്രോക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ എന്താണ് ഈ സ്ട്രോക്ക്? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തലച്ചോറാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത്. ആ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്: ഇസ്കീമിക് സ്ട്രോക്ക്, ഹെമറാജിക് സ്ട്രോക്ക്. ഇസ്കീമിക് സ്ട്രോക്കാണ് 80%. ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് കാരണം അങ്ങോട്ടേക്ക് രക്തയോട്ടം കുറയുക. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കൊള്ളികൾ പൊട്ടുക. ഇനി ഒരു കണ്ടീഷനുണ്ട്, മിനി സ്ട്രോക്ക് അഥവാ ട്രാൻസിയൻറ്റ് ഇസ്കീമിക് അറ്റാക്ക്. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ലക്ഷണം കാണിക്കും, പക്ഷെ മാറുകയും ചെയ്യും. ആളുകൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇതൊരു സൂചനയാണ് ഭാവിയിൽ സ്ട്രോക്ക് ഉണ്ടാവാൻ. തീർച്ചയായും ഇതിനും ചികിത്സ തേടണം. പ്രഷർ, ഷുഗർ, സ്മോക്കിംഗ്, കൊളസ്ട്രോൾ ഇതെല്ലാം സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. പക്ഷെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇതിനൊരു കോഡുണ്ട്. BFAST, BEFAST. ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, പെട്ടെന്ന് ബാലൻസ് പോവുക, വേച്ചു പോവുക. ഇ എന്ന് പറഞ്ഞാൽ ഐസ്, വിഷൻ, കാഴ്ച. ഒരു കണ്ണിലോ മറ്റേ കണ്ണിലോ രണ്ട് കണ്ണിലോ കാഴ്ച പെട്ടെന്ന് കുറയുകയോ ഇല്ലാതാവുകയോ ഒന്ന് രണ്ടായിട്ട് കാണുകയോ ചെയ്യുക. എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്, മുഖത്തിൻ്റെ സിമ്മട്രി നഷ്ടപ്പെടുക. ചിരിക്കാൻ പറയുമ്പോൾ മുഖം ഒരു സൈഡിലേക്ക് കൂടുക, മുഖത്തിന് മരവിപ്പ് അനുഭവപ്പെടുക. എ എന്ന് പറഞ്ഞാൽ ആംസ്, കൈയുടെ പവർ. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യും? കൈ രണ്ട് നീട്ടിപ്പിടിക്കാൻ പറയുക. അപ്പം വില കുറഞ്ഞ കൈ താഴോട്ട് പോകും, ആം ഡ്രിഫ്റ്റ്. ഇത് കൂടാതെ കൈയുടെ മരവിപ്പ് വന്നാലും അതും സ്ട്രോക്കായിട്ട് നമ്മൾ കണക്ക് കൂട്ടും. യെസ്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരിക്കാൻ നേരത്ത് സംസാരം കുഴയുക, സ്ഫുടത ഇല്ലാതാവുക. ഇതുകൂടാതെ സംസാരിക്കാനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റാതിരിക്കുക. ടി എന്ന് വെച്ചാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്. ഓരോ മിനിറ്റിലും ദശലക്ഷക്കണക്കിന് കോശങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ചികിത്സ ഇടുക. എന്താണ് ചികിത്സ? വന്ന പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ സീറ്റ് ചെയ്ത് ബ്ലീഡിംഗ് ഇല്ലാന്ന് ബോധ്യപ്പെട്ടാൽ, ക്ലോട്ട് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ക്ലോട്ടിനെ അലിയിക്കാൻ പറ്റും. അതിന് ത്രോംബോളൈസിസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് രോഗലക്ഷണം തുടങ്ങി 4.5 മണിക്കൂറിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചുരുക്കം ചില പേഷ്യൻസിന് കാത്ത് ലാബിൽ കൊണ്ടുപോയി നമുക്ക് ക്ലോട്ടിനെ മെക്കാനിക്കലായിട്ട് ഇല്ലാതാക്കാനും പറ്റും. അതിന് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്ന് പറയും. അപ്പോൾ ഈ ചികിത്സയൊക്കെ ഉള്ളപ്പോൾ ഇനി ഒരു രോഗിയും സ്ട്രോക്ക് വന്ന് കിടപ്പിലാവാൻ പാടില്ല. ഓർത്തിരിക്കുക കോഡ് BFAST. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.